ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്പീസ് അല്ലെങ്കിൽ വെള്ളക്കടല ചനാക്കടല എന്നൊക്കെ നമ്മൾ പറയുന്ന കടല കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ പറ്റി നോക്കാം. ഈ ചിക്പീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഒരു ഫുഡാണ്. കുട്ടികൾക്ക് ചൂസ് ചെയ്യുമ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്പീസ് എന്നുള്ളത്. ചിക്പീസിൽ ശരിക്കും കോൺസെൻട്രേറ്റഡ് എമൗണ്ടിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലൈക്ക് ഫോളേറ്റ്, അയേൺ, വിറ്റാമിൻ B6, സിങ്ക് എന്നിങ്ങനെയുള്ള വളരെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് എമൗണ്ട് തന്നെ ഈ ചിക്പീസിലുണ്ട്. മാത്രമല്ല, ചിക്പീസിൽ ഒട്ടുമിക്ക എല്ലാ മിനറൽസും എക്സെപ്റ്റ് സോഡിയം, ബാക്കി എല്ലാ മിനറൽസും ഒരുപാട് എമൗണ്ടിൽ ഈ ചിക്പീസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്പീസിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചിക്പീസിൽ കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മിനറലും നന്നായിട്ട് അടങ്ങിയിട്ടുള്ള കാരണം തന്നെ കോപ്പർ നമ്മൾ ഈ വിറ്റാമിൻ സിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുമല്ലോ വിറ്റാമിൻ സി വിൽ എൻഹാൻസ് ദി അബ്സോർപ്ഷൻ ഓഫ് അയൺ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ അയൺ റിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ കൂടെ ഒരു വിറ്റാമിൻ സി റിച്ച് ഫുഡ് കൊടുക്കാൻ പറയും. ഇത് പറയുന്നത് ഈ അയണിനെ നമ്മുടെ ബോഡിക്ക് കുട്ടികളുടെ ബോഡിക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിറ്റാമിൻ സി പ്ലേ ചെയ്യുന്ന ആ സിമിലർ റോള് തന്നെയാണ് ഈ കോപ്പർ എന്ന് പറഞ്ഞ മിനറലും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്പീസിൽ കോപ്പർ അടങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ചിക്പീസിൽ അടങ്ങിയിട്ടുള്ള അയണിനെ കുട്ടികളുടെ ബോഡിക്ക് വളരെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ഫുഡാണ് കുട്ടികൾക്ക് ചിക്പീസ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുമ്പം നമ്മൾ എപ്പോഴും ചിക്പീസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾവേസ് മേക്ക് ഷുവർ യു സെർവ് ഇറ്റ് അലോങ് വിത്ത് ഒരു വിറ്റാമിൻ സി റിച്ച് ഫുഡ് ലൈക്ക് ബെറീസോ അല്ലെങ്കിൽ ബ്രോക്കോളിയോ അല്ലെങ്കിൽ സിട്രസ് ലെമൺ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു വിറ്റാമിൻ സി റിച്ച് ഫുഡിൻ്റെ കൂടെ ഈ ചിക്പീസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കുട്ടികളുടെ ബോഡിക്ക് ആ ചിക്പീസിൽ നിന്നുള്ള അയൺ ഇത് കുറേ പറയാനുണ്ട്. അയണിനെ കുറിച്ച് ശരിക്കും ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. അയൺ ഇസ് എ വാസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ട് പറയുമ്പം ഹീം അയണും നോൺ ഹീം അയണും ഉണ്ട്. അപ്പോൾ ഈ ചിക്പീസിലും ബാക്കി വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന അയണൊക്കെ നോൺ ഹീം അയണാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ അയൺ റിച്ച് ഫുഡിൻ്റെ കൂടെ നമ്മളൊരു വിറ്റാമിൻ സി റിച്ച് ഫുഡ് കൂടെ സെർവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ബോഡിക്ക് ഈ അയൺ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികൾക്ക് അയൺ കൊടുക്കുക എന്ന് പറയുന്നത് മീറ്റിലൂടെയാണ്. മീറ്റ്, ഫിഷ്, എഗ്ഗ് ഇങ്ങനത്തെ സാധനങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ചിലപ്പം ഈ നോൺ വെജ് കൊടുക്കില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഈ ചിക്പീസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് അവരുടെ അയൺ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ബേബീസിന് ചിക്പീസ് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് ഓൾസോ എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളുടെയും ഒക്കെ ഒരു നല്ല സോഴ്സാണ് ചിക്പീസ് എന്നുള്ളത്. ഇനി നമുക്ക് കുട്ടികൾക്ക് എപ്പോൾ മുതൽ ഈ ചിക്പീസ് കൊടുക്കാമെന്ന് നോക്കാം. കുട്ടികൾ 6 മാസമായി കുട്ടികൾ സോളിഡ് ഫുഡ്സ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്പീസും അവർക്ക് കൊടുക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല 6 മാസത്തിൽ തന്നെ കുട്ടികൾക്ക് ചിക്പീസ് കൊടുക്കുന്നതിന്. മേക്ക് ഷുവർ നിങ്ങളത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾക്ക് 6 മാസം മുതൽ തന്നെ ചിക്പീസ് കൊടുക്കാം. ഇനി ചിക്പീസ് എന്തെങ്കിലും അലർജീസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ചിക്പീസ് ശരിക്കും ഇന്ത്യൻ ബേബീസിൽ ചെറുതായിട്ട് അലർജീസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബേബിക്ക് ഒരു അലർജൻ ആയിട്ട് തന്നെ ചിക്പീസിനെ ട്രീറ്റ് ചെയ്യുക. എല്ലാ ബേബീസിനും അലർജി ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷെ ചില ബേബീസിന് ചിക്പീസിനോട് അലർജി ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പം ഒരു കുഞ്ഞു പോർഷൻ മാത്രം കൊടുത്തിട്ട് അത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അത് കൊടുത്ത് കുട്ടീനെ വാച്ച് ചെയ്യുക. കുട്ടീനെ കുറച്ച് നേരം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. കുട്ടിക്ക് വേറെ അഡ്വേഴ്സ് റിയാക്ഷൻസും ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ ഗ്രാജുവലി ഓരോ ദിവസം കൂടുന്തോറും ആ കുട്ടിക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഇനിയുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിക്പീസ് ഒരു ചോക്കിംഗ് ഹസാർഡ് ആണോ, കുട്ടികളുടെ തൊണ്ടയിൽ കുടുങ്ങുമോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു ഹോൾ ചിക്പീ, ഇതാണ് ഒരു ഹോൾ ചിക്പീ. ഈ ഒരു ഹോൾ കടല കുട്ടികൾക്ക് ഒരു ചോക്കിംഗ് ഹസാർഡാണ്. ഒരിക്കലും എത്ര നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ അപ്പാടെ ഒരു കുഞ്ഞു ബേബിക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പും പിന്നെ ഇത് കുറച്ച് ഫേം ആണല്ലോ ഇത്.
അപ്പോൾ ഇതിൻ്റെ ഈ ഫേം നേച്ചറും ഈ റൗണ്ട് ഷേപ്പും ഇത് വേഗം ഇമ്പാക്റ്റഡ് ആവാനുള്ള കുടുങ്ങാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇതൊരു ഇത്തിരി സ്ലിപ്പറിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹോൾ ചിക്ക് പീസ് കുട്ടികൾക്ക് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹോൾ ചിക്ക് പീ കുട്ടികൾക്ക് കൊടുക്കരുത്. ഇത് നമ്മൾ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബേബീസിന് കൊടുക്കുമ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ക്വിഷ് ചെയ്യുക. സ്ക്വിഷ് ചെയ്യുമ്പം ഇതൊരു സർക്കുലാർ ഷേപ്പായി മാറും. അപ്പോൾ ഇതിൻ്റെ ചോക്കിംഗ് റിസ്കുകളും ഒക്കെ വളരെ കുറയും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാത്രം സെർവ് ചെയ്യുക. പിന്നെ എല്ലാവരുടെയും സംശയം ഈ ചിക്ക് പീസിൻ്റെ തൊലി കുട്ടികൾക്ക് കൊടുക്കാവോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം ഈ ചിക്ക് പീയിൽ കണ്ടില്ലേ, ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി നിൽക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ തൊലി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അല്ല ഇങ്ങനെ ലൂസായിട്ട് തൊലി മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. കാരണം ലൂസായിട്ടുള്ള തൊലി കൊടുക്കണം എന്നില്ല. ഇനി കഷ്ടപ്പെട്ട് തൊലിയൊക്കെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തൊലി ലൂസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് റിമൂവ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബേബീസിന് സെർവ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് വേയ്സ് ടു സെർവ് ചിക്ക് പീസ് ഫോർ ബേബീസ് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഒരു 6 മാസം പ്രായമായ കുട്ടിക്ക് നമ്മൾ ചിക്ക് പീസ് നല്ലോണം പ്രഷർ കുക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ ചിക്ക് പീസ് കുക്ക് ചെയ്യേണ്ടതൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിക്ക് പീസ് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു ഓവർനൈറ്റ് അത് സോക്ക് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്യാണ് വേണ്ടത്. നല്ലോണം പ്രഷർ കുക്ക് ചെയ്ത് നല്ലോണം സോഫ്റ്റ് ആവണം. അങ്ങനെ സോഫ്റ്റ് ആയ ചിക്ക് പീസ് സ്മാഷ് ചെയ്ത് either you can smash it അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് പ്യൂരെ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. 6 മാസം മുതൽ 8 മാസം വരെയുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാം. പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ചിക്ക് പീസ് കൊണ്ട് ഹുമ്മൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹുമ്മൂസിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചിക്ക് പീസ് ഉപയോഗിച്ചിട്ട് ഹുമ്മൂസ് ഉണ്ടാക്കിയിട്ട് അത് ഈ 6 മാസമായ കുട്ടികൾക്ക് നമ്മൾ ഫിംഗർ ഫുഡ്സ് ഒക്കെ കൊടുക്കുന്ന കുട്ടികളാണെങ്കിലാണ് കേട്ടോ ഞാൻ പറയണത്. അല്ല നിങ്ങൾ ട്രഡീഷണൽ വീനിങ് ആണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പ്യൂരേസ് മാത്രമേ കൊടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ചിക്ക് പീസ് പ്യൂരെ ആക്കിയിട്ട് അല്ലെങ്കിൽ സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അല്ല നിങ്ങൾ ഫിംഗർ ഫുഡ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, BLW ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പ്രെഡ് ദിസ് ഹുമ്മൂസ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെരി തിൻലിയെ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ. കട്ടിയായിട്ട് സ്പ്രെഡ് ചെയ്യരുത്. തിന്നായിട്ട് യു ക്യാൻ സ്പ്രെഡ് ഇറ്റ് ഓൺ ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ കുക്കുംബേഴ്സോ അല്ലെങ്കിൽ സ്റ്റീംഡ് ക്യാരറ്റ്സ്, അവോക്കാഡോ, ഇങ്ങനത്തെ സ്ലൈസ്ഡ് ഫിംഗർ ഫുഡ്സിലൊക്കെ നിങ്ങൾക്ക് ഈ ഹുമ്മൂസ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞാൽ കുട്ടികളുടെ പിൻസർ ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഇങ്ങനെ പെറുക്കി 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് പെറുക്കിയെടുക്കാനുള്ള കുട്ടികളുടെ കഴിവ് ഒരു 9-10 മാസത്തിലാണ് ഡെവലപ്പ് ആവുക. അപ്പോൾ ആ സമയമൊക്കെ ആയാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിക്ക് പീസ് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് കുട്ടികളുടെ ബൗളിലേക്ക് വെച്ച് കൊടുത്താൽ അവർക്കിങ്ങനെ പിൻസർ ഗ്രാസ്പ് ഉപയോഗിച്ചിട്ട് അവർക്കിത് പെറുക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ ഒരു കുട്ടിയുടെ അറ്റ്ലീസ്റ്റ് 9 മന്ത്സ് എങ്കിലും ആവണം കുട്ടിയുടെ പിൻസർ ഗ്രാസ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ 9 മാസം മുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ സെർവ് ചെയ്യാം. ഇങ്ങനെ സെർവ് ചെയ്യുമ്പം ഇത് കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതെന്ന് മാത്രമല്ല, കുട്ടികളുടെ പിൻസർ ഗ്രാസ്പ് ഒക്കെ ഒന്ന് ശരിയാക്കാനും അതിനൊക്കെ ഒന്ന് ട്രെയിൻഡ് ആവാനും ഒക്കെ ഈ ഇങ്ങനത്തെ ഫുഡ്സ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് പെറുക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡ് കൊടുക്കുന്നത്. പിന്നെ 9 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 9 മാസത്തിനല്ല 6 മാസത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് പല ഫുഡിലേക്കും ഈ ചിക്ക് പീസ് ആഡ് ചെയ്യാവുന്നതാണ്. പ്യൂരെ ഉണ്ടാക്കുന്ന സമയമാണെങ്കിലും ഇനി അല്ലാതെ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചിക്ക് പീസ് ആഡ് ചെയ്യും. 12 മന്ത്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തഹീനിയുടെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ, തഹീനിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് കാണുക. ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കാം. ആ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 12 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഹുമ്മൂസ് ആക്ട്സ് എസ് എ വെരി ഗുഡ് ഡിപ്പ് ഫോർ ബേബീസ് അല്ല, ടോഡ്ലേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് മുക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ ഗാർലിക് മയണൈസ് ഒക്കെ കൊടുക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ചിക്ക് പീസ് പ്രൊവൈഡ് ചെയ്യാം. വെരി ന്യൂട്രീഷ്യസ് ആണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ടേസ്റ്റിയും ആണ്. അപ്പോൾ ചിക്ക് പീസ് ഹുമ്മൂസ് നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഡിപ്പായിട്ട്. പിന്നെ ബാക്കി എല്ലാ ഇതിലും ഫുഡിലും ഒക്കെ നിങ്ങൾക്ക് ചിക്ക് പീസ് കൊടുക്കാം. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെള്ളക്കടലയുടെ ചന മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സ്പൈസ് കുറച്ച് ഉണ്ടാക്കിയാൽ അതിലത്തെ കടലയും കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു വഴി എന്നുള്ളത് ചിക്പീ ഫ്ലവർ ആണ്. ചിക്പീ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഓൾട്ടർനേറ്റ് ആണ്. നമ്മൾ വീറ്റ് ഫ്ലവറിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഓൾട്ടർനേറ്റ് ആണ് ചിക്പീ ഫ്ലവർ എന്നുള്ളത്. അതും നിങ്ങൾ വീറ്റ് ഫ്ലവർ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ബേക്കിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി മഫിൻസോ ബിസ്ക്കറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് വീറ്റ് ഫ്ലവർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് ചിക്പീ ഫ്ലവർ ഉപയോഗിക്കാം. അങ്ങനെ ഈ വീറ്റ് ഫ്ലവർ കുക്കിങ്ങിന് വേണ്ടി വരുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്തിട്ട് യു ക്യാൻ യൂസ് ദിസ് ചിക്പീ ഫ്ലവർ.
ഇത്രയൊക്കെയാണ് ചിക്ക് പീസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചിക്ക് പീസ് എങ്ങനെ കൊടുക്കാം, എപ്പോൾ കൊടുക്കാം, എത്ര കൊടുക്കാം എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഹമ്മൂസിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും കാണുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അറിയിക്കുക. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പം എൻ്റെ അടുത്തും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളെ ബേബിക്ക് ചിക്ക് പീസ് ഇഷ്ടമാണോ, നിങ്ങൾ എന്തൊക്കെ റെസിപ്പീസാണ് ചിക്ക് പീസ് കൊണ്ട് ട്രൈ ചെയ്യാറ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ബാക്കി കാണുന്നവർക്കും അത് വായിച്ചിട്ട് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.